റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേറ്ററിൻ്റെ വാല്യൂ കാൽക്കുലേഷൻ ഒന്ന് നോക്കിയാലോ. വാല്യൂസ് ആണ് എടുത്തിട്ടുള്ളത്, അതായത് ജൂലൈ 23 ടു ജൂലൈ 11. ഇനി നമ്മൾ ക്ലോസിംഗ് പ്രൈസസ് ഒന്നും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലോസിംഗ് പ്രൈസസിൽ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ജൂലൈ 11ൻ്റെ ഗെയിൻ ജൂലൈ നമ്മൾ NSEയിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഡാറ്റയാണ് ഇവിടെ കാണുന്നത്. NSEയിൽ നിന്നുള്ള ഹിസ്റ്റോറിക്കൽ പ്രൈസസ് ഇൻഡെക്സിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഹൈ ലോ ഒക്കെ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. നമ്മൾ ക്ലോസിംഗ് പ്രൈസസ് മാത്രമേ RSI വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ഏതൊക്കെ ഡേറ്റ് മുതലാണ്, ജൂൺ 24 മുതൽ ജൂലൈ 11th വരെയാണ് നമുക്ക് കാണാവുന്നതാണ് ഇവിടെ. ഇനി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്? ക്ലോസിംഗ് പ്രൈസസ് എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കറണ്ട് ഡേ, അതായത് ജൂലൈ 11ൻ്റെ ക്ലോസിംഗ് പ്രൈസ് മൈനസ് ജൂലൈ 10ൻ്റെ ക്ലോസിംഗ് പ്രൈസ് മൈനസ് ചെയ്തതാണ് നമ്മൾ ഇപ്പുറത്ത് കാണുന്ന വാല്യൂ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എല്ലാ വാല്യൂസും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് കറണ്ട് ഡേ മൈനസ് പ്രീവിയസ് ഡേയുടെ കാൽക്കുലേഷനാണ് ഇവിടെ കാണുന്നത്. ഇനി ആവറേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പോസിറ്റീവ് വാല്യൂസും എടുത്ത് ആഡ് ചെയ്യുകയും ഡിവൈഡഡ് ബൈ 14 ചെയ്യുകയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നതാണ്? ആവറേജ് ഗെയിൻ കിട്ടുന്നതാണ്. ഇനി ആവറേജ് ലോസ് എങ്ങനെയാണ്? 14 ഡേയ്സിൽ NSE നിഫ്റ്റി 50യുടെ RSI ഇൻഡിക്കേറ്റർ കാൽക്കുലേഷനാണ് ഈ കാണുന്നത്. ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ് ആണ് ഈ കാണുന്നത്, 1.48563. ഇനി നമ്മൾ RSI ഇൻഡിക്കേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 മൈനസ് 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ്. ഇവിടെ ആവറേജ് ഗെയിൻ ഡിവൈഡഡ് ബൈ ആവറേജ് ലോസ് ഓൾറെഡി നിങ്ങൾക്ക് കാണാം. സോ മൈനസ് വാല്യൂ ആയാലും പ്ലസ് വാല്യൂ ആയാലും നമ്മൾ പോസിറ്റീവ് വാല്യൂ തന്നെയാണ് എടുക്കുക. 100 മൈനസ് 100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1.48563 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 59.7688. അതായത് 60യോട് അടുത്ത വാല്യൂ ആണ്. അപ്പോൾ 60യോട് അടുത്ത വാല്യൂ ആയതുകൊണ്ട് തന്നെ 70യോട് അടുത്തു എന്ന് പറയാം. 70 എബവ് ആണെങ്കിൽ നമുക്ക് എന്താണ്? ഓവർ
ബോട്ടാണെന്ന് നമുക്കറിയാം. ഒരുപാട് വാങ്ങിച്ചു കൂട്ടുകയാണെങ്കിൽ വീണ്ടും ബെയറിഷ് ആവാനുള്ള സിഗ്നലാണ്. അപ്പോൾ ബെയറിഷ് സിഗ്നലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ലഭിക്കുന്നത് എന്ന് പറയാം. RSI കാൽക്കുലേഷനിലേക്ക് പോയി. RSI കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഇവിടെ ബെയറിഷ് ആണോ ബുള്ളിഷ് ആണോ എന്നുള്ള കൃത്യമായ ധാരണ ഉണ്ടാക്കാനായിട്ട് ഒരു ഇൻഡിക്കേറ്റർ പരീക്ഷിച്ച് നോക്കിയാലോ. അതാണ് RSI ഇൻഡിക്കേറ്റർ. RSI മാനുവൽ കാൽക്കുലേഷൻ ചെയ്ത വാല്യൂസ് ആണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം RSI മാനുവൽ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയതാണ് 59.7688. 59.7688 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അത് ഏതിനോടടുത്താണ്, 70യോട് അടുത്താണ്. ഇവിടെ ആവറേജ് ഗെയിൻ ഡിവൈഡ് ബൈ ആവറേജ് ലോസ് ചെയ്തതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഒരു ബെയറിഷ് സിഗ്നലാണ് ശരിക്കും പറഞ്ഞാൽ ലഭിക്കുന്നത്. നിയർ ടു 70 ആണ്, ബോട്ടാണ്, ഇനി സെല്ലിലോട്ട് പോകും എന്നുള്ളൊരു ധാരണയിലാണ് നമുക്ക് നിൽക്കുന്നത് ആ ഒരു വിപണി, ആ ഒരു സിറ്റുവേഷൻ. ഒട്ടും നമുക്ക് ഒരു ബൈയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇല്ല. ഇനി 30 ബിലോ ആയാൽ മാത്രമാണ്, കുറേ ദൂരെയാണത്, അത് ഒരുപാട് ദൂരെയാണ്.